ക്രിക്കറ്റ് പ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന കലാശ പോരാട്ടമാണ് വെസ്റ്റ് ഇൻഡീസിൽ ഇന്ന് നടക്കുന്നത്. ലോകകപ്പ് 2020 മത്സരത്തിൽ ഗ്രൂപ്പ് തല മത്സരങ്ങളിൽ സൂപ്പർ 8ലും ഇതുവരെ തോൽവി അറിയാതെ വിജയക്കുതിപ്പുമായി ടീം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ചെറിയ വ്യത്യാസം, ടീം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ദുർബലരായ എതിരാളികളെ, ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ഒഴികെ ബാക്കിയെല്ലാം ദുർബലരായ എതിരാളികളാണ്. എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ എതിരാളികൾ കുറച്ചുകൂടെ ശക്തമായിരുന്നു, അതവർക്കൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നാലും ടീം ഇന്ത്യ വളരെ ശുഭപ്രതീക്ഷയിലാണ്. കപ്പ് നേടുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ടീം ക്യാപ്റ്റനായ രോഹിത് ശർമ്മ മിന്നുന്ന ഫോമോടുകൂടി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും മുന്നിൽ നിന്ന് ആക്രമണത്തെ നയിക്കുകയും അതിന് കൂട്ടായി മധ്യനിരയിൽ സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗ് എല്ലാത്തിനും ഉതകുന്ന രീതിയിൽ ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ തിളങ്ങുന്നു. ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന സ്ഥാനത്തേക്ക് അക്ഷർ പട്ടേൽ മുന്നേറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിങ്, ബൗളിങ്, ബാറ്റിങ് എല്ലാം ക്രിക്കറ്റ് പ്രേമികളെ ആവേശം കൊള്ളിക്കുന്നു. എന്നാൽ ടീം ഇന്ത്യയുടെ പോരായ്മ വിരാട് കോഹ്ലിയുടെ നിറമങ്ങിയ ഫോമാണ്. അദ്ദേഹത്തിൽ നിന്ന് മികച്ച ഇന്നിങ്സ് ഫൈനൽ പ്രതീക്ഷിക്കുന്നതായി ക്യാപ്റ്റനും കോച്ചും അഭിപ്രായപ്പെട്ടു. അതേപോലെ ശിവം ദുബൈ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കാതെ പേസിനെയും സ്പിന്നിൻ്റെ മുന്നിൽ ദയനീയമായി പരാജയപ്പെടുകയാണ്. എങ്കിലും ടീം ഇന്ത്യ വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ടീം ഇന്ത്യക്ക് ആശംസകൾ നേരാം.